ഈ ചാനലാണെങ്കിൽ ഈ മാസം 1 ലക്ഷത്തിലധികം റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ എന്തെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇവരുടെ ചാനലിലെ മുഴുവൻ വീഡിയോസും കോപ്പി പേസ്റ്റഡ് ആണ്. അതായത് ക്ലിപ്സിനെ വേറെ സ്ഥലത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ റീ അപ്ലോഡ് ചെയ്യുക. ഇത് ഈ ചാനൽ മാത്രമല്ല, പല ഇംഗ്ലീഷ് ചാനലുകളും ഇതുപോലെ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷേ ഇതേ സമയം നിങ്ങളാണ് ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് യൂട്യൂബ് തന്നെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ യൂട്യൂബ് റീയൂസ്ഡ് കോണ്ടന്റ് സ്ട്രൈക്ക് എന്ന് ഡിസേബിൾ ചെയ്ത് തന്നെ. പിന്നെ ഇവർക്ക് മാത്രം എങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടിയത്? ഇവിടെ ഒരു സീക്രട്ട് മോണിറ്റൈസേഷൻ മെത്തേഡ് ആയിരുന്നു ഇവർ ഉപയോഗിച്ചത്. ഇവരുടെ ചാനലുകൾ നോക്കിയാൽ വെറും ക്ലിപ്സ് ആയിട്ടല്ല, ഒരു പ്രത്യേക രീതിയിൽ എഡിറ്റ് ചെയ്ത ക്ലിപ്സ് ആയിട്ടാണ് ഇവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഈ വീഡിയോയിൽ ഇതുപോലത്തെ കോപ്പി പേസ്റ്റഡ് വീഡിയോസ് എങ്ങനെ മലയാളത്തിൽ മോണിറ്റൈസ് ചെയ്തെടുക്കാവുന്ന സീക്രട്ട് മെത്തേഡ് റിവീൽ ചെയ്യുന്നതായിരിക്കും. നമ്മൾ യൂട്യൂബിനെ ഒരു ലീഗൽ വേയിലാണ് അപ്രോച്ച് ചെയ്യാൻ. കാരണം യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് റവന്യൂ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്. സോ ഇതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ, പക്ഷേ ഒരു ചെറിയ ലൂപ്പ് ഹോളിലൂടെ ആയിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിൽ നിന്ന് ഒരു ക്ലിപ്സും ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ അതിനു മുമ്പായിട്ട് നമ്മുടെ കോപ്പി പേസ്റ്റിംഗ് ചാനലിന് വേണ്ടിയിട്ട് ഒരു നീഷ് സെലക്ട് ചെയ്യണം. ഈ ഫോർമാറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നീഷസ് കണ്ടെത്താൻ കഴിയും. എക്സാമ്പിൾ കാറ്റ്സ്, ഡോഗ്സ്, ഫണ്ണി മൂവ്മെന്റ്സ്, കൺസ്ട്രക്ഷൻ ഫെയിലിയേഴ്സ്, പിന്നെ ഞാൻ തമ്മിൽ കാണിച്ചതുപോലെ ഫുട്ബോൾ, ഫ്രൂട്ട്സ്, ഇങ്ങനെ കുറെ നീഷസ് ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. പിന്നെ ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഞാനൊരു 45 നീഷസ് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാൻ സെലക്ട് ചെയ്ത നീഷ് കൺസ്ട്രക്ഷൻ ഫെയിലിയർ ആണ്. അങ്ങനെ നമ്മുടെ നീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വീഡിയോ ഐഡിയ കണ്ടെത്തണം. നിങ്ങൾ നേരെ ChatGPT പോയിട്ട് ഈ പ്രോംപ്റ്റിനെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇതിനെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഇൻസേർട്ട് നീഷ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ നീഷ് ഏതാണോ അതിനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്റെ നീഷ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഫെയിലിയറിനെ കുറിച്ചുള്ള വീഡിയോസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അത് കൊടുത്തിട്ടുണ്ട്. സോ ഇനി എന്റർ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കുറെ ഐഡിയാസ് വരുന്നത് കാണാൻ കഴിയും. ഈ ഐഡിയാസ് എല്ലാം കോപ്പി ചെയ്ത ശേഷം എവിടെയെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിന്റെ വീഡിയോസ് കിട്ടുമെന്ന് തോന്നുന്ന ഐഡിയാസ് മാത്രം സെലക്ട് ചെയ്യുക. സോ ഞാൻ ഈ 14ാമത്തത് എടുക്കാൻ പോകും ഐഡിയ. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ടിക്ടോക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോകേണ്ടി വരും. ടിക്ടോക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് VPN ആവശ്യം വരും. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ബാൻഡ് ആണ് ടിക്ടോക്ക്. പക്ഷെ ഏറ്റവും കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ നല്ല സാധ്യതയുള്ളത് ടിക്ടോക്കിലാണ്. അതും കൂടാതെ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ വാട്ടർമാർക്ക് കാണാൻ പാടില്ല. വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ യൂട്യൂബ് നമുക്ക് മോണിറ്റൈസേഷൻ തരത്തില്ല. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ടിക്ടോക്ക് എടുത്താൽ കിട്ടുന്നത്. ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. സോ ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ നീഷ് ഏതാണ് അതിന് ഇവിടെ കൊടുക്കുക. ഇപ്പം ആനിമൽസിന്റെ ഫണ്ണി വീഡിയോസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആനിമൽസിന്റെ ഫണ്ണി വീഡിയോസ് ഒന്ന് കൊടുക്കുക. സോ നമ്മുടെ നീഷ് എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ ഫെയിലിയർ ആണ്. സോ കൺസ്ട്രക്ഷൻ ഫെയിലിയർ വീഡിയോസ് ഒന്ന് കൊടുക്കുക. സോ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അല്ലാതെ അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ള വീഡിയോസ് നോക്കുക. വ്യൂസ് ഉള്ള വീഡിയോസും നമ്മൾ പെട്ടെന്ന് അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ്. അങ്ങനെ നിങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ വീഡിയോ ഐഡിയക്ക് റിലേറ്റബിൾ ആണെങ്കിൽ ആ വീഡിയോയുടെ ഐഡിയ ഇവിടെ ഷെയർ എന്നാണ് ഓപ്ഷൻ കാണും. അതിലാണ് ലിങ്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഈ ലിങ്ക് എല്ലാം എവിടെയെങ്കിലും ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. അങ്ങനെ ഏകദേശം ഒരു 5 ക്ലിപ്പ് നിങ്ങൾ ആദ്യം കണ്ടെത്തണം. അതിനുശേഷം ടിക്ടോക്ക് വീഡിയോ ഡൗൺലോഡർ എന്ന് സെർച്ച് ചെയ്യുക. അത് നിങ്ങൾക്ക് ആദ്യം വരുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ലിങ്ക് കോപ്പി ചെയ്ത ശേഷം ഡൗൺലോഡ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആഡ് വരുന്നേക്ക് ജസ്റ്റ് അതിനെ ക്ലോസ് കൊടുത്താൽ നിങ്ങൾക്ക് വാട്ടർമാർക്കില്ലാതെ തന്നെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതേപോലെ 5 ക്ലിപ്സും ഓരോന്നായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ക്ലിപ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു വീഡിയോ എഡിറ്റർ വേണം. സോ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് CapCut ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ എഡിറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്ത് നിങ്ങളുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുക. സോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെല്ലാം ഇനി ഡ്രാഗ് ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ വീഡിയോയുടെ ഓഡിയോസ് ആണ്. ഈ ഓഡിയോസ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കളയുക, ഇല്ലെങ്കിൽ അതിന്റെ ഓഡിയോ മുഴുവൻ കുറയ്ക്കുക. ഇനി ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് മാത്രം കട്ട് ചെയ്തെടുക്കുക, ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയുക. അങ്ങനെ നമ്മൾ ക്ലിപ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ക്ലിപ്സ് എല്ലാം കണ്ടു കിട്ടി ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ക്ലിപ്സ്, അതായത് ആദ്യം തന്നെ വീഡിയോ കാണുമ്പോൾ ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന തോന്നുന്ന ക്ലിപ്സ് എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടുക. എനിക്ക് ഈ ക്ലിപ്സ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് തോന്നി. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ഡ്രാഗ് ചെയ്തിന് സ്ക്രീനിലോട്ടൊന്ന് കറക്റ്റ് ഫിറ്റ് ആയി കൊടുക്കുക. ഇനി നമുക്ക് ഇനി ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ജസ്റ്റ് ഇവിടുന്ന് ടെക്സ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ഈ വീഡിയോ തീരും വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. സോ ആദ്യത്തെ ടെക്സ്റ്റ് എന്ന് വെച്ചാൽ റാങ്കിങ് ബെസ്റ്റ് എന്ന് കൊടുക്കുക. റാങ്കിങ് ബെസ്റ്റ്. അതിനുശേഷം ഇവിടെ നല്ലൊരു ഫോണ്ട് ചൂസ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ആ കാണാൻ കൊള്ളാന്നുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിന് കളർ കൊടുക്കണം. ഞങ്ങളുടെ മഞ്ഞ കൊടുക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ കുറച്ച് എടുത്ത് കാണിക്കാൻ വേണ്ടി ഇതിനൊരു സ്ട്രോക്ക് കൊടുക്കാം നമുക്ക്. ഇനി ഒരിക്കൽ ഇതിനെ ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് ഒരിക്കൽ തന്നെ പേസ്റ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ടെക്സ്റ്റിൽ നിങ്ങൾ ആ വീഡിയോയുടെ ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടൈറ്റിൽ ആ രണ്ടാമത്തിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ആ വീഡിയോ കണ്ടു വേണം അവർ ആ സ്ക്രോൾ സ്റ്റോപ്പ് ചെയ്യാൻ. ഇവിടെ ഞാൻ മലയാളത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ മലയാളത്തിൽ കൊടുക്കുമ്പോൾ കുറച്ച് ടെക്സ്റ്റ് വലുതാവുന്നുണ്ട്. സോ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. സോ ഇതിന്റെ ഫോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇവിടെ 1 2 3 എന്ന് 5 വരെ ആഡ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇതിൽ 1 എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു കുത്തിട്ട് കൊടുക്കുക. ഇതുപോലെ 5 വരെ ചെയ്യണം നമുക്ക്. ടോട്ടലായിട്ട് 1 തൊട്ട് 5 വരെ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതായത് ഇനി ഓരോ വീഡിയോ മാറും തോറും ഒരു ടെക്സ്റ്റ് ആഡ്
ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എക്സാമ്പിൾ വീഡിയോ നോക്കിയാൽ ഓരോ വീഡിയോസിലും ഓരോ ടെക്സ്റ്റ് വരുന്നുണ്ട്. സോ നമുക്ക് ഇതുപോലെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഞാൻ ഇവിടെ മലയാളത്തിലാണ് ആഡ് ചെയ്ത് കൊടുക്കാന്ന് ചോദിച്ചാൽ, പക്ഷെ മലയാളത്തിൽ ആഡ് ചെയ്ത് കൊടുത്താൽ സ്ഥലം ചെയ്യത്തില്ല. ഈ വീഡിയോക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ള ഓരോ ടൈറ്റിൽസ് കൊടുക്കാം, ഷോർട്ട് ആയിട്ടുള്ള. ഫസ്റ്റ് ക്ലിപ്പിന് ഞാൻ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ ചെറുതാക്കി കൊടുക്കുക നല്ല രീതിക്ക്. അങ്ങനെ ഫസ്റ്റത്തെ ക്ലിപ്പ് ഞാൻ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനെ വീണ്ടും കോപ്പി ചെയ്യുക, എന്നിട്ട് അടുത്ത ക്ലിപ്പിന്റെ കറക്റ്റ് സ്ഥലത്ത് ഇതിന് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ക്ലിപ്പിന് പറ്റിയൊരു പേര് കൊടുക്കുക. സോ ഇതേപോലെ എല്ലാത്തിനും ടൈറ്റിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ അങ്ങനെ ടെക്സ്റ്റ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയുടെ കറക്റ്റ് ലെങ്തിന് അപ്പുറത്ത് നിൽക്കുന്ന ഈ ടെക്സ്റ്റ് ഞാൻ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അടുത്ത് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഫൺ ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ സൗണ്ട് എഫക്ട്സ് എവിടെ നിന്ന് കിട്ടും എന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഫണ്ണി സൗണ്ട് എഫക്ട്സ് മൈ ഇൻസ്റ്റന്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് വരുന്നതായിരിക്കും. സോ ഈ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫൺ ആയിട്ടുള്ള നല്ല രസമുള്ള സൗണ്ട് എഫക്ട്സ് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഇവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത കുറച്ച് സൗണ്ട് എഫക്ട്സ് ഈ വീഡിയോക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇനി 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇനി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ വൈൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടെ ചെയ്യാം. അതായത് കുറച്ച് AI വോയിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ മലയാളം AI വോയിസ് ഞാൻ ആഡ് ചെയ്യുന്നത് 2 സോഫ്റ്റ്വെയറിൽ നിന്നാണ്. അതായത് ചിപ്ചാപ്പ് എന്ന് പറഞ്ഞ ഒരു എഡിറ്ററിൽ നിന്നും പിന്നെ സ്പീച്ച് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. പിന്നെ നിങ്ങൾക്കും മലയാളം AI വോയിസ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. അങ്ങനെ കുറച്ച് AI വോയിസ് ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ഫണ്ടിന് വേണ്ടിയിട്ടാണ് AI വോയിസ് ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം AI വോയിസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി വീഡിയോയുടെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ചേട്ടാ തള്ളല്ലേ. പാവം ചേട്ടന്റെ വീട്ടിൽ കുളിക്കാൻ വെള്ളം ഇല്ലെന്ന് തോന്നുന്നു. നീ നാളെ തൊട്ട് പണിക്ക് വരണ്ട. പി 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 പി. ഇനി വീഡിയോ കീവേഡ്സ് എല്ലാം ആഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നേ എങ്ങനെ എന്ന് നോക്കാം. സോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കാണിച്ചിരുന്നത് മൊബൈലിലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ യൂട്യൂബ് ഷോർട്സിന് മൊബൈലിൽ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് തംബ്നെയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ ലാപ്ടോപ്പിലാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് തംബ്നെയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയത്തില്ല. ഇവിടെ നിങ്ങൾക്ക് ആഡ് സൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങളുടെ വീഡിയോക്ക് സൗണ്ട് ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ ഇവിടെ ആൾറെഡി മ്യൂസിക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു പെൻസിൽ പോലത്തെ ഐക്കൺ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻട്രസ്റ്റിംഗ് മൂവ്മെന്റ് എത്തുമ്പോൾ ഇതിനെ ഡ്രാഗ് ചെയ്തിടുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇനി ഒരു ടൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫണ്ണി ഡം വർക്കേഴ്സ് എന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മലയാളത്തിൽ ആഡ് ചെയ്ത് കൊടുത്താൽ അത്ര ബെറ്റർ ആയിരിക്കും. ഇനി യൂട്യൂബ് ഷോർട്സിന് 2-3 ഹാഷ്ടാഗ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ആൾട്ടേർഡ് കണ്ടന്റിൽ പോകുക. എന്നിട്ട് ഇവിടെ നോ കൊടുക്കുക. ഇനി ഇവിടെ സെലക്ട് ഓഡിയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇത് മസ്റ്റ് ആയിട്ട് നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതായത് കുട്ടികളുടെ വീഡിയോക്ക് യൂട്യൂബ് നല്ല രീതിയിൽ കുറച്ച് എമൗണ്ട് മാത്രമേ പേ ചെയ്യത്തുള്ളൂ. പിന്നെ ഇവിടെ വിസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ഇതിൽ നിങ്ങൾ അൺലിസ്റ്റഡ് കൊടുക്കുക. എന്നിട്ട് അപ്ലോഡ് ഷോർട്ട് കൊടുക്കുക. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ച് ഹാഷ്ടാഗ്സ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. അതിന് നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോകേണ്ടി വരും. അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നാൽ ഇവിടെ നിങ്ങളുടെ വീഡിയോ കാണാൻ കഴിയും. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എഡിറ്റ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ടാഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ടാഗ്സിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടാഗ് ആഡ് ചെയ്യാൻ പറ്റും. ടാഗ് ആഡ് ചെയ്യാനുള്ള ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നേരെ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് റാപ്പിഡ് ടാഗ് ജനറേറ്റർ എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ വീഡിയോ ടൈറ്റിൽ ഏതാണോ അതിവിടെ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഇഷ്ടംപോലെ ടാഗ്സ് വന്നിട്ട് കാണാൻ പറ്റും ഈസി ആയിട്ട്. ഇതിനെല്ലാം കോപ്പി ചെയ്യുക. എന്നിട്ട് നേരെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ശേഷം ഈ പീപ്പിൾസ് ആൻഡ് ബ്ലോഗ്സ് എന്ന ഓപ്ഷൻ മാറ്റിയിട്ട് എന്റർടൈൻമെന്റ് ചൂസ് ചെയ്യുക. ഇനി നേരെ നിങ്ങൾക്ക് ഈ അൺലിസ്റ്റഡ് ഓപ്ഷൻ മാറ്റിയിട്ട് പബ്ലിക് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ സേവ് കൊടുത്താൽ നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ പബ്ലിഷ് ആവുന്നതായിരിക്കും. ഇവിടെ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നോണെന്ന് കാണാൻ പറ്റും. അതായത് ഈ വീഡിയോക്ക് കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇല്ല. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സീക്രട്ട് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് റാങ്കിങ് ടോപ്പ് 5 എന്ന് സെർച്ച് ചെയ്താൽ അവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാണാൻ കഴിയും. ഇതിൽ ഇഷ്ടമുള്ള ഓപ്ഷൻസ് നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ നിങ്ങൾ പലതരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് നീഷസ് കാണാൻ കഴിയും. എല്ലാവരും ചെയ്യുന്ന കോൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്, അതായത് കോപ്പി പേസ്റ്റ് ചെയ്യുക കോണ്ടന്റ്. സോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഐഡിയാസ് ഒക്കെ ഇൻസ്പിറേഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും ഇവരിൽ നിന്ന്. എന്നിട്ട് നിങ്ങൾ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് ഇതേപോലെ ഈസി ആയിട്ട് വീഡിയോസ് ഉണ്ടാക്കാം. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഉണ്ടാക്കാൻ ഏകദേശം 30 മിനിറ്റ് ആവത്തില്ല. ഒരു 3-4 മണിക്കൂർ സമയം കിട്ടുമ്പോൾ ഒരാഴ്ചത്തേക്കുള്ള വീഡിയോ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ്ലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾക്ക് എങ്ങനെ ഓട്ടോമേഷൻ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കണം എന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ചെക്ക് ചെയ്താൽ മതി. ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് AI വോയിസ് ഒക്കെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്.